വെൽക്കം ടു മാത്സിയോൺ. ലാസ്റ്റ് മിനിറ്റ് എക്സാം സീരീസിന്റെ പാർട്ട് 4 കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് by f of x equal to x cube for 0 less than or equal to x less than or equal to 1, x square for minus 1 less than or equal to x less than or equal to 0. Then set of points at which f is not differentiable. f differentiable അല്ലാത്ത പോയിന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഗ്രാഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 മുതൽ 1 വരെ എക്സ് ക്യൂബ് ആണ് അല്ലെ. അപ്പൊ അതെങ്ങനെ പോകും? ഈ ഒരു ഫോമിലായിരിക്കും പോവാ. ഓക്കെ, ഇനി -1 മുതൽ 0 വരെ എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെ വരും? അത് ഈ ഒരു ഫോമിലായിരിക്കും അത് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 1. അപ്പം എക്സ് ക്യൂബ് എന്നുള്ളത് എവിടെ വരെയാണ് പോകുന്നത്? -0 മുതൽ 1 വരെ. 0 മുതൽ 1 വരെ. 1ല് ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും വരിക 1. ഇനി 0 മുതൽ -1 വരെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അവിടെയും ഫംഗ്ഷന്റെ വാല്യൂ 1 വരും അല്ലെ. അപ്പൊ ഇവിടെ തന്നെയാണ് വരിക. പിന്നെ ബാക്കിയെല്ലാം അതർവൈസ് എന്താണ്? ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടാവുക അല്ലെ. ഇങ്ങനെയായിരിക്കും ഫംഗ്ഷൻ ഉണ്ടാവുക. സോ നമുക്കറിയാം ഈ രണ്ട് പോയിന്റും ഷാർപ്പ് എഡ്ജ് ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക? ഡിഫറൻഷ്യബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവുക. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി 1, -1 ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും ഈ 0, 1, -1 എന്നുള്ള പോയിന്റിൽ. ഓക്കെ, ഞാൻ ബൈ ഡെഫിനിഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0യിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 f of 0 plus h minus f of 0 divided by h അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലാണ് എന്താണ്? കണ്ടിന്യൂസ് ആണോ, സോറി ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ നോക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നോക്കണം. സോ ലിമിറ്റ് h ടെൻഡിങ് ടു 0 പ്ലസ് അതെന്തായിട്ട് മാറും? f of 0 plus h എന്ന് പറഞ്ഞാൽ f of h. h ടെൻഡിങ് ടു 0 പ്ലസ് ആണ്, അതായത് 0നെ റൈറ്റ് സൈഡിൽ നിന്ന് വരികയാണ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഏതാ? എക്സ് ക്യൂബ് ആണ് അല്ലെ. അപ്പൊ എന്തായിട്ട് മാറും? എച്ച് ക്യൂബ് -0 ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് തന്നെ വരും. ഓക്കെ, ഇനി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് ഇതേപോലെ തന്നെ f of 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ f of h മൈനസ് f of 0 ഡിവൈഡ് ബൈ എച്ച് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് ആവുമ്പോൾ ഇവിടെ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ എന്താ? എക്സ് സ്ക്വയർ അല്ലെ. അപ്പൊ എന്തായിട്ട് മാറും? എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച്, അതും 0 തന്നെയായിട്ട് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും ഈക്വൽ ആണ്. സോ എന്ത് കിട്ടി? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇനി എക്സ് ഈക്വൽ ടു -1 ഞാൻ ചെക്ക് ചെയ്യാണ്. എക്സ് ഈക്വൽ ടു -1 ചെക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു -1 പ്ലസ് എഫ് ഓഫ് -1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് -1 ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 1 നോക്കൂ, സോറി 1 അല്ല, -1 പ്ലസ് അല്ലെ. -1ന്റെ ഈ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? എക്സ് സ്ക്വയർ അല്ലെ. ഇങ്ങനെയല്ലേ വരുന്നത്? -1 ഇവിടെയാണ്, 0, 1. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് ക്യൂബ്, ഇവിടെ 1. അപ്പൊ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ അല്ലെ. അപ്പം എന്ത് വരും? -1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് -1. -1ൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 1 തന്നെയാണ് അല്ലെ. 1 ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 1 -1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1 മൈനസ് 2h പ്ലസ് എച്ച് സ്ക്വയർ -1 ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, ഈ 1ഉം 1ഉം കട്ട് ചെയ്ത് പോകും. പിന്നെ ഒരു എച്ച് ഉണ്ട്, ആ എച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 1 -2 പ്ലസ് എച്ച് എന്നാണ് വരിക. സോ കൊടുക്കുന്ന സമയം എച്ചിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? -2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരും. ഓക്കെ, ഇനി ഇതേപോലെ ലിമിറ്റ് ഞാൻ ഇവിടെ ചെയ്യുന്നു. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു -1 മൈനസ് എഫ് ഓഫ് -1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് -1 ഡിവൈഡ് ബൈ എച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ഈ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്ത ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 1 ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് -1 പ്ലസ് എച്ചും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ. 1 മൈനസ് എഫ് ഓഫ് -1 എന്താ? ഓൾറെഡി അറിയാം, 1 ആണ്. ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു കിട്ടും? 0 എന്ന് കിട്ടും. സോ നോക്കൂ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറെന്റ് ആണ്. LHL നോട്ട് ഈക്വൽ ടു RHL. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 പറ്റും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു -1ൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. സെയിം രീതി ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ലും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഡെഫിനിഷൻ വെച്ച് തന്നെ എപ്പോഴും ചെയ്യണമെന്നില്ല. എളുപ്പത്തിൽ ആൻസർ ഇട്ട് ഗ്രാഫിക്കലായിട്ട് പോകുന്നതും
നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഗ്രാഫിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റഗ്രൽ 0 to pi by 2 1/1 plus tan cube x. ഓക്കെ, അതിന് എനിക്ക് എങ്ങനെ എഴുതാം? I എന്ന് വിളിക്കുന്നു. ഇന്റഗ്രൽ 0 to pi by 2 1/1 plus tan cube x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin cube x divided by cos cube x അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? dx. ഇന്റഗ്രൽ 0 to pi by 2 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ cos cube x പ്ലസ് sin cube x ഡിവൈഡ് ബൈ വരും. അതിനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുക അല്ലെ? സോ cos cube x ഡിവൈഡ് ബൈ എന്ത് വരും? cos cube x പ്ലസ് sin cube x dx എന്ന് വരും. ഓക്കെ, സോ ഇതിന് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുന്നു. ഇനി നമുക്കറിയാം I എന്ന് പറയുന്നത് വേറൊരു ഫോർമുല നമുക്കറിയാം. എന്താണ്? ഇന്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of a minus x dx ആണ് അല്ലെ? സോ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. 0 to pi by 2 എന്ത് വരും? f of pi by 2 0 ഇവിടെയാണ് പൈ ആണ്, pi by 2 ആണ് ഇവിടുത്തെ a എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. pi by 2 മൈനസ് എക്സ് വരും അല്ലെ? അപ്പൊ എന്ത് വരും? cos ക്യൂബ് pi by 2 മൈനസ് എക്സ് ഡിവൈഡ് ബൈ cos ക്യൂബ് pi by 2 മൈനസ് എക്സ് പ്ലസ് sin ക്യൂബ് pi by 2 മൈനസ് എക്സ് എന്ന് വരും അല്ലെ? dx. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 cos ക്യൂബ് pi by 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos pi by 2 മൈനസ് എക്സ് ഹോൾ റേസ് ടു 3 അല്ലെ? അപ്പൊ cos pi by 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ sin തീറ്റ ആണ്. സോ ഇതെന്തായിട്ട് മാറും? sin ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ ഇതെന്തായി മാറും? sin ക്യൂബ് എക്സ് പ്ലസ് ഇതുപോലെ sin pi by 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? sin pi by 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos എക്സ് ആണ്. സോ ഇതെന്തായിട്ട് മാറും? cos ക്യൂബ് എക്സ് dx ആയിട്ട് മാറും. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ 1ഉം 2 ആഡ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ ഐയും 2i ഈക്വൽ ടു നോക്കൂ. ഇന്റഗ്രൽ 0 to pi by 2 മാറ്റമൊന്നുമില്ല. ഡിനോമിനേറ്റർ നോക്കൂ. sin ക്യൂബ് എക്സ് പ്ലസ് cos ക്യൂബ് എക്സ് പ്ലസ് sin ക്യൂബ് എക്സ്. സോ സെയിം ആണ്. ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ cos ക്യൂബ് എക്സ് പ്ലസ് sin ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ എന്ത് വരും? cos ക്യൂബ് എക്സ് പ്ലസ് sin ക്യൂബ് എക്സ് dx എന്ന് വരും. സോ ഇത് രണ്ടും സെയിം ആണ്, കട്ട് ചെയ്ത് പോകും. ഇന്റഗ്രൽ 0 to pi by 2 dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ആണ്. എക്സ് 0 to pi by 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു pi by 2 എന്ന് വരും. നോക്കൂ, അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? ഇംപ്ലൈസ് 2i ഈക്വൽ ടു pi by 2 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് i ഈക്വൽ ടു എന്താവും? pi by 4 ആയിട്ട് മാറും. ഓക്കെ, pi by 4 ആയിട്ട് നമുക്ക് മാറും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇക്വേഷൻ ഓഫ് വൺ ഓഫ് ദ ടാൻജൻസ് ടു എക്സ് സ്ക്വയർ ബൈ 3 മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1 വിച്ച് ഇസ് പാരലൽ ടു y ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന ഈ ഹൈപ്പർബോളയുടെ ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ടാൻജന്റിന് നമുക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എഴുതിയാൽ നമുക്ക് എ ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ ഈക്വൽ ടു 3 ആണ്. സോ എ സ്ക്വയർ ഈക്വൽ ടു 3. അതുപോലെ തന്നെ ബി സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, എ സ്ക്വയർ ഈക്വൽ ടു 3, ബി സ്ക്വയർ ഈക്വൽ ടു 2. ഓക്കെ, ഇനി y ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണെങ്കിൽ അവിടെ എം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇവിടെ y ഈക്വൽ ടു എക്സ് ആവുമ്പോൾ എം ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? 1 ആണ് കിട്ടുക അല്ലെ? അപ്പൊ ഇതിന് പാരലൽ ആണെങ്കിൽ ആ ടാൻജന്റിന്റെയും സ്ലോപ്പ് എന്ത് കിട്ടും? 1 ആണ് അല്ലെ? അപ്പം സ്ലോപ്പ് ഓഫ് ടാൻജന്റ് 1 ആണ് കിട്ടി. ഓക്കെ, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു 1 ആണ് കിട്ടി. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാൻ വേണ്ടി എന്ത് മതി? ഇതിന്റെ y ഡാഷ് കണ്ടിട്ട് അത് ഇതിനോട് ഇക്വേറ്റ് ചെയ്ത ശേഷം നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാം, ഏതൊക്കെയാണ് പോയിന്റുകൾ വരിക എന്നുള്ളത്. ഓക്കെ, പക്ഷെ അതൊരു ലെങ്തി പ്രോസസ് ആണ്. നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് അധികം ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ എളുപ്പ വഴിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നുള്ള ഒരു ജനറൽ ഫോം ഉള്ള ഒരു ഹൈപ്പർബോളയ്ക്ക് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നതിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? y ഈക്വൽ ടു എമ്മിന് 1 ആണ്. സോ എക്സ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ? 3 അല്ലെ? 3 എം സ്ക്വയർ 1 ആണ്, മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 അല്ലെ? സോ എക്സ് പ്ലസ് ഓർ മൈനസ് 3 മൈനസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് പ്ലസ് ഓർ മൈനസ് 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1. സോ എക്സ് പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y മൈനസ് എക്സ്
പ്ലസ് 1 ഈക്വൽ ടു 0 ഓർ y മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും വരാം. y മൈനസ് എക്സ്, ഓക്കെ, അല്ലെങ്കിൽ എക്സിന്റെ കേസിൽ എഴുതുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും. അപ്പൊ എക്സ് മൈനസ് വൈ വരുന്ന ഏതൊക്കെയുള്ളത്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അതിൽ ഒന്ന് +2 ആണ്, ഒന്ന് +1 ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് 25x² + 16y² - 150x - 175 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ജനറൽ ഫോമിലേക്ക് ആദ്യം മാറ്റി എഴുതണം. സോ ജനറൽ ഫോമിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ജനറൽ ഫോമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുക? ഇതില് 25 ഇതിന്റെ 25x² 150x ആണുള്ളത്. സോ അതിൽ നമുക്ക് 25 ഔട്ട്സൈഡ് എടുക്കാം. അതിനുശേഷം വരുന്ന പോയിന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ x-3 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 16 പ്ലസ് y² ഡിവൈഡ് ബൈ 25 ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എന്താണ്, ഏതാണ് ആക്സിസ്? y ആക്സിസ് ആണ് വരുന്നത്. സോ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പൊ ഇവിടെ എ എന്താ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 25 ആയിരിക്കും വരും അല്ലെ, 25 ആയിരിക്കും. a² എന്ന് പറഞ്ഞാൽ 25, b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 അല്ലെ. അപ്പൊ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് b² ഡിവൈഡ് ബൈ a² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 16 ഡിവൈഡ് ബൈ 25 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 25 മൈനസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഡിവൈഡ് ബൈ 25, ദാറ്റ് ഈസ് 3/5 എന്ന് വരും. ഓക്കെ, 3/5 ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ,